എന്റെ കേരളം മേളയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാൾ ഒരുക്കി വിദ്യാഭ്യാസ വകുപ്പ്. കൈറ്റ് സ്റ്റാളിലാണ് റോബോട്ടിക്സ് എക്സ്പോയും AI പ്രദർശനവും നടക്കുന്നത്. മറ്റ് നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും പ്രദർശനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റാളിന്റെ കവാടത്തിൽ പൊതുജനങ്ങളെ സ്വാഗതം ചെയ്യാൻ കുഞ്ഞൻ റോബോട്ടുണ്ട്. റോബോട്ടിക് എക്സ്പോയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ റോബോട്ടിക് ഉപകരണങ്ങളുടെ പ്രദർശനം മേളയെ ആകർഷകമാക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ കൈറ്റിന്റെ സ്റ്റോളാണിത്. ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തയ്യാറാക്കിയ വിവിധ റോബോട്ടിക്സ് ഉപകരണങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തന്നെ തയ്യാറാക്കിയ ആനിമേഷൻ വീഡിയോകൾ, ഗെയിമുകൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളുകളിൽ കൊടുത്ത റോബോട്ടിക് കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ ചെറിയ റോബോട്ടുകളുടെ പ്രോട്ടോടൈപ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത വർഷം അധ്യയന വർഷം മുതൽ എല്ലാ കുട്ടികൾക്കും റോബോട്ടിക്സ് പഠനം നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോം ഓട്ടോമിഷൻ, ഫയർ ഫൈറ്റർ റോബോട്ട്, സ്മാർട്ട് ഹോം മോണിറ്ററിംഗ് റോബോ എന്നിവയാണ് റോബോട്ടിക് എക്സ്പോയുടെ ഭാഗമാകുന്നത്. കളികളിലൂടെ പഠനമെന്ന ആശയത്തോടെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ ഗെയിം സോണും അവതാറുകൾ, ചിത്രങ്ങൾ, ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാനുള്ള AI ടൂളുകളെ പരിചയപ്പെടുത്തലും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ആനിമേഷന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ആനിമേഷൻ വീഡിയോകളുടെ പ്രദർശനവും സൗജന്യമായി പുതിയ ഉബുണ്ടു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യവും സ്റ്റാളിലുണ്ട്. ഇതൊരു സ്മാർട്ട് ഹോമാണ്. കാരണം ഇതിലെ എല്ലാതും സ്മാർട്ടാണ്. ഡോർ വരെ സ്മാർട്ടാണ് സാർ. ഈ ഡോർ തുറക്കണമെങ്കിലും ഈ കാർഡ് യൂസ് ചെയ്താൽ മാത്രമേ ഈ ഡോർ തുറക്കുള്ളൂ. ഡോർ തുറക്കാനും അടയ്ക്കാനും ഈ കാർഡ് യൂസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് സ്മാർട്ട് സ്റ്റെപ്പാണ്. കാരണം നമ്മൾ കയറുമ്പോൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി നമ്മുടെ സ്റ്റെപ്പിനനുസരിച്ച് ഓരോ സ്റ്റെപ്പിനും ലൈറ്റ് കത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മാനുവലായിട്ട് വൈകുന്നേരമായ സ്വിച്ച് ഓൺ ചെയ്ത് ലൈറ്റ് കത്തിക്കില്ലേ, പക്ഷേ ഇതിനാവശ്യമില്ല. കാരണം രാത്രിയായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലൈറ്റ് കത്തും. കാരണം ഇവിടെ ഒരു LDR പറഞ്ഞ സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇരുട്ടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഈ ലൈറ്റ് കത്തും. അതുപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിലുള്ള സോളാർ എന്ന് പറയുന്നത് ഒരു ഭാഗത്തേക്ക് സ്റ്റില്ലായിരിക്കും. ബട്ട് ഈ സോളാർ പാനൽ എന്ന് പറയുന്നത് ഏത് ഭാഗത്തേക്കാണ് സൂര്യപ്രകാശം ഉള്ളത് ആ ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കായി സോളാർ പാനൽ റൊട്ടേറ്റ് ആവും. വീട്ടമ്മമാരും എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മഴക്കാലത്ത് തുണിയൊക്കെ അയിൽ തോരിട്ടതിന് ശേഷം മഴ നനയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷനാണ്. ഇതിൽ മഴവെള്ളമോ മഴച്ചാറിലോ ഈ സെൻസറിൽ തട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മഴവെള്ളമാണെന്ന് വിചാരിച്ചോളൂ സാർ, ഓട്ടോമാറ്റിക്കായി ഇത് സൺസൈഡിൻ്റെ ഉള്ളിലേക്ക് പോകും. പിന്നെ വെയിൽ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീണ്ടും വരും. ഇപ്പോൾ വീട്ടിൽ ആളില്ലെങ്കിലും തുണി എന്തെങ്കിലും തോരിയിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് നനയൊന്നും പേടി വേണ്ട. അതുപോലെ തന്നെ ഫയർ സെക്യൂരിറ്റി അലാം. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഈ വീടിന് ഒരു തരത്തിലുള്ള അപകടങ്ങളോ ഒന്നുമില്ല, സേഫാണ് വീട്. ബട്ട് ഇവിടെ എന്തെങ്കിലും ഫയർ എന്തെങ്കിലും അടുത്ത് കൊണ്ടുപോയാൽ റെഡ് ലൈറ്റ് കത്തുകയും അലാം മുഴങ്ങുകയും ചെയ്യും. ഇതാണ് സാർ ഞങ്ങളുടെ സ്മാർട്ട് ഫോൺ. സാങ്കേതികതയുടെ പുതിയ ലോകത്തെ പരിചയപ്പെടുത്തുന്ന അഡൽട്ട് തിങ്കറിംഗ് ലാബ് എക്സ്പോയും കൈറ്റ് സ്റ്റാളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഉപരിപഠന സാധ്യതകൾ പറഞ്ഞു കൊടുക്കുന്നതിനും കൗൺസിലിംഗ് നൽകുന്നതിനും അതുപോലെ തന്നെ സർക്കാരിൻ്റെ സൗജന്യമായിട്ടുള്ള അഭിരുചി പരീക്ഷയായ കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് പരിചയപ്പെടുത്തുകയും അതിന് വേണ്ട കുട്ടികളുടെ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യുന്ന സ്റ്റാളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനോടകം ഏകദേശം 300ഓളം കുട്ടികൾ കേഡാറ്റിന് വേണ്ടി രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാങ്കേതികമായിട്ട് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും ആവശ്യമായ വർണ്ണക്കൂടാരം പദ്ധതി പ്രീ പ്രൈമറി തലത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രീ പ്രൈമറി സംവിധാനം ഉൾപ്പെടുത്തുന്നു. 219 സ്കൂളുകളാണ് നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനായി ശ്രമിക്കാനുള്ളത്. അതിൽ 160 സ്കൂളുകൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.